ഞാനിപ്പോൾ മൊബൈലിൽ കണ്ട ഒരു വാർത്ത, ഒരു മുൻ സന്തോഷ് ട്രോഫി താരത്തിന്റെ വെളിപ്പെടുത്തലാണ് അച്ചു സാർ. ആ സന്തോഷ് ട്രോഫി താരത്തിന്റെ വീട്ടിൽ മൊബൈൽ ഫോൺ ക്യാമറ ചാനലുകൾ ചെന്നിരിക്കുക. കാരണം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ വീട് തീ കത്തിയിരിക്കുന്നു. പഴയൊരു സന്തോഷ് ട്രോഫി താരത്തിന്റെ വീട് തീ കത്തിയിരിക്കുന്നു. ആ തീ കത്തിയതിന്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അതിന്റെ വേദന. ഞങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങളുടെ മകനാണ് ഞങ്ങളുടെ വീടിന് തീ കൊളുത്തിയത് എന്ന് കണ്ണീരോടെ അച്ഛൻ പറയുന്നതിന്റെ വാർത്ത 5 മിനിറ്റ് മുമ്പ് മൊബൈലിൽ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, സാർ എന്താ കാരണം? അവൻ ലഹരിക്ക് അടിമയായി പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു, അത്തരം ഒരു ഗാങ്ങിൽ പ്രവർത്തിക്കുന്നുവെന്ന് സംശയിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ നാടിന്റെ സന്തോഷ് ട്രോഫിയുടെ കളി ഇപ്പൊ വേൾഡ് കപ്പിന്റെ കാലം നടന്നുകൊണ്ടിരിക്കുക. മലയാളി വേൾഡ് കപ്പിന്റെ ആഘോഷങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് റേഡിയോയിൽ സന്തോഷ് ട്രോഫിയുടെ കമന്ററി കേട്ടിട്ട് IM വിജയനും CV പാപ്പച്ചനും കുരികേഷ് മാത്യുവും അടങ്ങുന്ന അന്നത്തെ കേരള പോലീസ് ടീം ഉൾപ്പെടെയുള്ള ആളുകൾ ഫുട്ബോളിൽ നേടുന്ന ഓരോ ഗോളിനും റേഡിയോ കമന്ററി കേട്ട് ആഹ്ലാദം പങ്കുവച്ചിരുന്ന ഒരു ജനതയുടെ പ്രതിനിധീകരിച്ച് സന്തോഷ് ട്രോഫി കളിച്ച ഒരു താരത്തിന്റെ മകൻ സ്വന്തം വീട് കത്തിച്ചതിന്റെ വേദന ഈ നാട്ടിലെ ആളുകൾക്ക് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ, അച്ഛനെയും അമ്മയും കൊല്ലാൻ മടിക്കാത്തവരുടെ പട്ടികയിലേക്ക് ഇത് ഉപയോഗിച്ചതിന്റെ പേരിൽ മക്കളുടെ പെരുമാറ്റം ആയി മാറുന്നതിന്റെ വേദന ഇവിടെ പങ്കുവെക്കപ്പെടുന്നുണ്ടെങ്കിൽ, മക്കളാൽ കൊല്ലപ്പെടുന്ന അച്ഛനമ്മമാരുടെ വാർത്ത കേരളത്തിൽ നമുക്ക് വായിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം നിങ്ങൾ അറിയണം, ആവർത്തിച്ച് ഞാൻ പറയുന്നു, നമ്മുടെ ബോധം നശിപ്പിക്കുന്ന അത്തരം സബ്സ്റ്റൻസിനെ, അത്തരം ആളുകളെ, അത്തരം പർട്ടിക്കുലേഴ്സ്, അത്തരം കാര്യങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ചെറുക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായേ പറ്റൂ. ഇവിടെ പാഷനെ പറ്റി പറഞ്ഞല്ലോ. 92ാമത്തെ വയസ്സിലും ഒരു മരത്തൈ നടാൻ ആഗ്രഹിക്കുന്ന ഒരമ്മയുടെ മനസ്സ്, ആ പച്ചപ്പ് കാണുമ്പോൾ കിട്ടുന്ന ലഹരി ഒരു മയക്കുമരുന്നിനും നൽകാനില്ല. 1, 2, 3 തവണ തോറ്റിട്ടും തന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ, നാടിന്റെ ജനപ്രതിനിധിയും ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്ന് അടുത്ത തലമുറക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇനീഷ്യേറ്റീവ് ഒരു ചെറു പുഞ്ചിരിയോടെ എടുക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു ലഹരിയും കിട്ടാനില്ല. ശാസ്ത്രബോധത്തിന്റെ വഴിയെ നടക്കുമ്പോൾ, ഈ തലമുറയെ കാണുമ്പോൾ, ആ വഴിയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ തന്റെ സമയവും ആരോഗ്യവും ഇപ്പോഴും ചെലവഴിക്കാൻ കഴിയാവുന്ന ഒരാൾ, ഡോക്ടർ അച്യുത് ശങ്കറിനെ പോലൊരാൾ, ആ പാഷൻ അദ്ദേഹത്തിന് നൽകുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരു ലഹരിക്കും നൽകാനല്ല. പാട്ടിന്റെ വരിയും അർത്ഥവും വരികളും പാടിയും പറഞ്ഞും നിങ്ങൾക്കൊപ്പം ഈ നാടിനും ഭാവിക്കും വേണ്ടി സമയം ചെലവഴിക്കുന്ന ഈ വേദിയിൽ സൈത്തേട്ടനെ പോലുള്ള ആളുകൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങൾ ഇന്ന് രാത്രി 12:30 മണിക്ക് കിലിയൻ എംബാപ്പയുടെയും മെറീനയുടെയും സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ആര് ജയിക്കണമെന്ന് രാത്രി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുമ്പോൾ, നാളെ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ പോരാടുമ്പോൾ അതിൽ ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അവിടെ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഒരു ഗോൾ കണ്ടാൽ, ലയണൽ മെസ്സിയുടെ ഒരു ഗോൾ കണ്ടാൽ നിങ്ങൾ ടിവിയുടെ മുമ്പിൽ കൊണ്ട് സന്തോഷം കൊണ്ട് പൊട്ടിത്തെറിക്കുമ്പോൾ, ഒരു കാര്യം നിങ്ങൾ അറിയണം, അതിനേക്കാൾ വലിയ ലഹരിയൊന്നും ഒരു പൊടിക്കും നൽകാൻ ഇല്ല എന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാർ അറിയുകയും തിരിച്ചറിയുകയും പറയുകയും പറയിപ്പിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം, ഒരു നെസസിറ്റി ആയിട്ട് നമ്മുടെ മുമ്പിൽ വരികയാണ്. മകൻ കത്തിച്ച വീടിന്റെ മുമ്പിൽ കണ്ണീരോടെ നിൽക്കുന്ന ഒരു അച്ഛന്റെ വാർത്ത ഇന്ന് വൈകുന്നേരം 10 മിനിറ്റ് മുമ്പ് കാണേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു, വലിയൊരു ഫൈറ്റിന്റെ ഭാഗമാവാൻ നിങ്ങളും കൂടെ അണിനിരക്കേണ്ട കാലമാണ്. നിങ്ങൾ വിചാരിച്ചാൽ അതിന് പറ്റും, അത് പറ്റണം. ലഹരിയെ നമുക്ക് തുരത്തണം. ഈ ഫ്യൂച്ചർ, നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്ന അവസരങ്ങൾ, അത് അൺലിമിറ്റഡ് ആണ്. ലോകത്തിന്റെ ഏത് കോണിലേക്കും നിങ്ങളുടെ പ്രതിഭ ഇന്ന് ചെന്നെത്തും. നിങ്ങളുടെ ടാലന്റിനെ ജോഗ്രഫിക്കലി കൺഫൈൻ ചെയ്യാൻ ഒരാൾക്കും സാധിക്കുക. വലിയ ഗോഡ് ഫാദർമാരും പ്ലാറ്റ്ഫോം ഒന്നും വേണ്ട, വീട്ടിൽ വലിയ കാറും സൗകര്യം ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്തോ അതിനെ പാഷനോടെ സമീപിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒപ്പം ചുറ്റുവട്ടത്തുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒരു സുഹൃത്തിൻ്റെ സന്തോഷം, അതിനോട് ചേരാനുള്ള മനസ്സ്, സങ്കടത്തിൽ ആശ്വസിപ്പിക്കാനുള്ള മനസ്സ്. ഇപ്പം മെഷീൻ്റെ സാങ്കേതിക വിദ്യയുടെ കാര്യങ്ങളെ പറ്റി ഞാൻ ഇനിയൊന്നും പ്രസംഗിക്കുന്നില്ല, പ്രസംഗം നീണ്ടുപോയി, ഞാൻ അവസാനിപ്പിക്കുന്നു. മെഷീൻ ക്യാൻ തിങ്ക്, ഈ കാലത്ത് മെഷീന് ചിന്തിക്കാൻ പറ്റും, ബട്ട് മെഷീൻ കാൻ ഫീൽ, അല്ലേ? മെഷീന് ചിന്തിക്കാൻ പറ്റും ഇപ്പോൾ, ബട്ട് മെഷീൻ കാൻ ഫീൽ. നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് അമ്മേ സാരല്ല കേട്ടോ എന്ന് പറയുന്നത് പറയാൻ ഒരു മെഷീനും ഒരു കാലത്തും ലോകത്ത് സാധിക്കില്ല എന്നുള്ളത് അത് നമ്മൾ തിരിച്ചറിയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം സാധ്യതകളുടെ കാലമാണ്. അവിടെ ഇമോഷണൽ ഇന്റലിജൻസും ഹ്യൂമൻ ഇന്റലിജൻസും പരാജയപ്പെട്ടു പോവാതിരിക്കാൻ നിങ്ങൾ വിചാരിച്ച പറ്റും.
കാരണം യു ആർ ആർ ഫ്യൂച്ചർ ആൻഡ് ദ ഫ്യൂച്ചർ ഇസ് നൗ. അതാണ് എം ലിജു എന്ന ഈ ജനപ്രതിനിധിയുടെ ഇനീഷ്യേറ്റീവ് ഇന്ന് കായംകുളത്തിന്റെ മണ്ണിൽ തെളിയിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, താങ്ക് യു.